ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ്, നിങ്ങളോട് പറയാത്ത എന്ത് ഫീലിങ്സാണ് അവർക്കുള്ളത്. ഓക്കെ, അപ്പം ഞാൻ കാർഡ്സ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. 3 പയലുണ്ട്. 1 2 3. ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പൈൽ നമ്പർ 1, പിങ്ക് പെൻ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് ആദ്യം. ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം. ടെമ്പറൻസ്, King of Wands, 5 of Swords, Hierophant, Ace of Pentacles, Sun, 3 of Wands. Okay. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയർഫൻറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹയർഫൻ കാർഡെന്ന് പറയുന്നത് വളരെ ഓർത്തഡോക്സ് ആയ ഒരു ചിന്താഗതി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. ഓക്കെ, അതായത് അപ്പോൾ ഈ വ്യക്തി അവരുടെ ബിലീഫ് സിസ്റ്റം, അവരുടെ വിശ്വാസങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതായത് എബൌട്ട് ലവ്, ഒരു റിലേഷൻഷിപ്പ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതുണ്ടോ, അതുപോലെ ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നതും മേജർ ആർക്കാനയാണ്. ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നത് ബാലൻസിനെ, അതുപോലെ പേഷ്യൻസ്, ക്ഷമ, ഓക്കെ, അല്ലെങ്കിൽ ഒരു തരം മാനിഫെസ്റ്റേഷൻ ആണെന്ന് വേണമെങ്കിലും പറയാം. ദെൻ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു. റീകൺസിലേഷൻ എന്ന് വേണമെങ്കിലും എടുക്കാം. ദെൻ 5 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ തോൽപ്പിക്കപ്പെട്ടു എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുക, ഒരു ഫൈറ്റ് ഉണ്ടാവുക, അതിലെന്നെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ എനിക്കെല്ലാവരെയും തോൽപ്പിക്കണം എന്നുള്ളൊരു ചിന്ത. അതും അല്ലെങ്കിൽ നമ്മുടെ സോഴ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ തോട്ട്സ് എനർജിയാണ്, ചിന്തകൾ. അപ്പോൾ ഇത് സ്വന്തം ഉള്ളിലുള്ള ഫീലിങ്സിനോട് സ്വയം ഫൈറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലും എടുക്കാം. ഇന്നർ കോൺഫ്ലിക്ട്സ് എന്ന് പറയില്ലേ, അത്. ബട്ട് ഈ വ്യക്തി ഭയങ്കര പാഷനേറ്റ് ആയൊരു വ്യക്തിയാണ്. കിങ് ഓഫ് വോൺസ്, ഒരു ആക്ഷൻ എടുക്കാൻ റെഡിയായ ഒരാളാണ്. പക്ഷേ കിങ് ഓഫ് വോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഓക്കെ, അതായത് തൻ്റെ ലൈഫിലേക്ക് വരുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ഹൈ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണിത്. അതായത് എല്ലാം നോക്കും. ബോൾഡ് ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം, ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അതുപോലെ ഫൈനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം, അങ്ങനെയല്ല. മനസ്സിലായില്ലേ? അപ്പം എസ്പെഷ്യലി ഒരു ലൈഫ് പാർട്ട്ണറിനെ നോക്കുന്ന കേസിൽ എന്നാൽ ഫ്ലേർട്ട് ചെയ്യാനൊന്നും ഒരു മടിയില്ലാത്ത ഒരാളാണിത്, കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സൺ കാർഡ് അറിയാമല്ലോ, വളരെ പോസിറ്റീവായൊരു കാർഡാണ്, വളരെ പോസിറ്റീവായ കാർഡാണ്. യെസ് കാർഡാണ്. ഹാപ്പിനെസ്സിനെ കാണിക്കുന്നു. അതേപോലെ ചൈൽഡ് ബർത്ത്, കുഞ്ഞിൻ്റെ ജനനം,
അതുപോലെ റീകൺസിലേഷൻ എടുക്കാം, ഫാദർ ഫിഗർ, അതുപോലെ അതോറിറ്റി, ഗവൺമെൻറ് ഒക്കെ സൺ കാർഡ് ഡിനോട്ട് ചെയ്യും. 3 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു പ്രോഗ്രസ്, ഒരു ഗ്രോത്തിനെ കാണിക്കുന്ന കാർഡാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫോർവേഡ് തിങ്കിങ് എന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പം ഒരു റൈറ്റ് ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടലി പറയുമ്പോൾ ഈ വ്യക്തി എനർജി എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയ ഒരു എനർജിയാണ്. ഓക്കെ, റിലേഷൻഷിപ്സിനെയൊക്കെ ആ ഒരു ലെവലിൽ നിന്ന് കാണാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. അപ്പോൾ ഈ 5 ഓഫ് സോർട്സിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എടുത്തോട്ടെ. 5 ഓഫ് സോർട്സ് ഇവിടെ എഗെയിൻ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. പോസിറ്റീവായിട്ട് തന്നെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇന്നർ കോൺഫ്ലിക്ട്സിൻ്റെ പ്രശ്നമായിരിക്കാം, സ്വന്തം ഉള്ളിലുള്ള കോൺഫ്ലിക്ട്സ് ആണിത്. ഓക്കെ, പക്ഷേ സൺ കാർഡ് എന്ന് പറയുന്നത് ക്ലാരിറ്റി വരും എന്നാണ്. അപ്പോൾ ഈ കോൺഫ്ലിക്ട്സിന് ഒരു ക്ലാരിറ്റി വരും ഫ്യൂച്ചറിൽ, ഇപ്പോഴല്ല. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ടെമ്പറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം സ്നേഹമാണോ കൊടുക്കുന്നത് അത്രത്തോളം തിരിച്ചു തരാനും ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നൊരു ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് വല്ലതും ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഒരു ഓഫ് മോഡാണെങ്കിൽ, ആ ഒരു പഴയ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഏസ് കാർഡ് വന്നത്. ഓക്കെ, ഇപ്പോൾ ഹയറഫൻ്റ് ഉള്ളതുകൊണ്ട് വെറുതെ ഒരു ഫ്ലേർട്ടിങ്, അങ്ങനെ ഒരു ടൈം പാസ് ലവിനൊന്നും ഈ വ്യക്തിക്ക് താല്പര്യമില്ല. സ്നേഹിക്കുന്നതിൽ ഒരു ട്രഡീഷണൽ ടച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന നിർബന്ധമുള്ള ഒരാളാണത്. ബട്ട് വിത്ത് സർട്ടൻ കണ്ടീഷൻസ്. അവിടെ കിങ് ഓഫ് വോൺസ്, എല്ലാ കണ്ടീഷൻസും ഓക്കെ ആവണം. ഇനി നിങ്ങൾ തമ്മിൽ ഒരു വലിയ പരിചയമോ ഒന്നും അധികം ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷൻഷിപ്പ് പോലെയാണെങ്കിൽ, ഈ പറഞ്ഞ എനർജീസൊക്കെ ഈ വ്യക്തിയുടെ പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു റീസെൻറ്റ് പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം. അതിന് മുൻപുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മെൻ്റൽ കോൺഫ്ലിക്ട്സ് ആയിരിക്കാം ഇത്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഹീലാവണം. സൺ കാർഡ് ഹീലിങ്ങിനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഹീലായതിനു ശേഷമായിരിക്കും നിങ്ങളുമായിട്ടുള്ളൊരു യൂണിയനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറൻസ്, ഹയർഫൻ്റ്, അതുപോലെ കിങ് ഓഫ് വോൺസ്, ഇതെല്ലാം ചില റെസ്ട്രിക്ഷൻസ് ഉള്ള കാർഡ്സാണ്. കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയ എനർജീസാണ്. ഓക്കെ, മോഡറേറ്റ് ആയിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, എല്ലാം നല്ലപോലെ ഒന്ന് ചിന്തിച്ച് മാത്രം, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കുന്ന ആളാണിത്. ഓക്കെ, അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിപ്പം പെട്ടെന്നൊരു റിസൾട്ട് അറിയണം, ഈ വെയിറ്റിംഗ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നടക്കില്ല. ഓക്കെ, അപ്പോൾ ഹിഡൻ ഫീലിങ്സ് നമ്മൾ നോക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഉള്ളിലുള്ള കാര്യങ്ങളാണ്, ഇന്നർ കോൺഫ്ലിക്ട്സ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ ഇതൊരു ധൃതിയൊന്നും കാണുന്നില്ല. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന പോലെ പോലും ഇൻഫാക്റ്റ് വളരെ ഫോക്കസ്ഡ് ആയ ഒരു എനർജിയാണ്. അവരൊരിക്കലും ഈ പകൽക്കിനാവ് കാണുന്ന ആൾക്കാരല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് എന്താണോ അത് തരാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം.
ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പ്രാക്ടിക്കലായ പെൻറ്റക്കിൾസ് എനർജി എർത്ത് സയൻസാണ്. അപ്പോൾ പ്രാക്ടിക്കലായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സപ്പോർട്ട് തരിക. സൺ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നല്ല ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. സൺ പ്രതീക്ഷയാണ്. ഓക്കെ, നല്ല പ്രതീക്ഷ വെച്ച് തന്നെ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് കൂടി നോക്കാം. മൂൺ കാർഡ് ഉണ്ട്, 6 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, ടെമ്പറൻസിൻ്റെ പോലെ അതൊരു കാർഡാണ്. അതായത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമാണ്. അപ്പോൾ എനർജി അതാണ്. മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻസ്, മദർ എനർജി, അതുപോലെ കാര്യങ്ങൾ ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കും. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി ഈ ഫീലിങ്സ് ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, അതിന് കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് വേണം. അതുപോലെ മൂണെന്ന് പറയുന്നത് പെട്ടെന്ന് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സംഭവിക്കാം. എന്നാലും എനിക്ക് തോന്നുന്നു 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്. എനിക്കൊരു സെക്കൻഡ്. ഈ വ്യക്തിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ നോക്കാം. എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത്? ഒരു 3 കാർഡ് എടുക്കാമേ. പൈൽ നമ്പർ 1, ലവ് മെസ്സേജസ് ആണിത്. താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. I am with you no matters whatever it is. You don't love me, you love my money. ദൈവമേ, അങ്ങനാണോ? എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ പണത്തിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുന്നു. ചിന്തകളായിരിക്കാം, ഹിഡൻ ഫീലിങ്സ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്, എന്ത് വന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഉള്ള ഒരു ലൈഫ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ഓക്കെ, പക്ഷേ ഈ തെറ്റിദ്ധാരണ മാറ്റണം കേട്ടോ, അതെൻ്റെ ഉത്തരവാദിത്തമല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. ഇനി കാർഡ്സ് ഒന്ന് മാറ്റിക്കോട്ടെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് കാർഡ്സ് ഉണ്ട്. ഷോ ദൈവമേ. 8 of swords, okay. 7 of wands, 10 of pentacles, judgment, justice, queen of cups, 8 of cups, world card. Okay.
ഈ 8 ഓഫ് കപ്സ് ലീവ് ചെയ്തിട്ട് പോവുക എന്നുള്ളതിനെ കാണിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ലീവ് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ ഈ വ്യക്തി ലീവ് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു സ്പേസ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ആ നടന്ന കാര്യങ്ങളിൽ നിന്ന് ഈ വ്യക്തി എടുത്ത ഒരു ഡിസിഷൻ ആയിരിക്കാം ഇത്. ഒരു സ്പേസ് എടുക്കുക എന്ന് പറയില്ല. 8 ഓഫ് സോഡ്സ് ഉണ്ടായതുകൊണ്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായൊരു കാർഡാണ്. ഒരു നല്ലൊരു ഫാമിലി ലൈഫ്, അതുപോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഫാമിലി, കരിയർ എല്ലാം കൊണ്ട് സെറ്റാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അങ്ങനെയൊക്കെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. പക്ഷേ 8 ഓഫ് കപ്സിൻ്റെ കൂടെ ഇത് വായിക്കുമ്പോൾ 8 ഓഫ് സോഡ്സിൻ്റെ കൂടെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു ഫിയർ ഓഫ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഈ വ്യക്തിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ടെൻഷൻ ഉണ്ട്, ഒരു കോൺഫ്ലിക്റ്റോ ഡിഫറൻസസോ ഒക്കെ ഉണ്ട്. കോമ്പാറ്റബിൾ അല്ലാത്ത 2 പേരെ പോലെ. ഓക്കെ, ഒരുപാട് വ്യത്യാസമുള്ള 2 ആൾക്കാരെ പോലെ. അതായത് ഒരാൾക്ക് അത് ആവശ്യങ്ങൾ വ്യത്യാസമാണ്, അതാണ്. അതായത് ഒരാൾക്കൊരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് വേണം, ലോങ് ടേം റിലേഷൻഷിപ്പ്, മാരേജ്, അങ്ങനത്തെ കാര്യങ്ങളോട്. പക്ഷെ മറ്റേയാൾക്ക് അങ്ങനെയല്ല. അപ്പോൾ ഒരാൾ അതിൽ തീരുമാനിക്കുകയാണ്, ഓക്കെ എനിക്കിതിൽ നിന്ന് മാറി കുറച്ച് ഒരു സ്പേസ് എടുത്ത് നിൽക്കണം, എന്നിട്ട് 2 പേർ കൂടി സ്യൂട്ടബിളായ ഒരു ഡിസിഷനിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കാര്യത്തിൽ ജഡ്ജ്മെൻറ്റിൻ്റെ താഴെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഇപ്പോഴും കോൺഫ്ലിക്റ്റഡ് ആണ്. ഓക്കെ, 7 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫെൻസീവായ ഒരു എനർജിയാണ്. അതായത് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഓക്കെ ഈ ഒരു കണക്ഷന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു രീതിയിൽ നിൽക്കും. പക്ഷേ മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനും വയ്യ. ഈ 8 ഓഫ് സോഴ്സിനൊരു ക്ലാരിറ്റി എടുത്തോട്ടെ. 8 ഓഫ് സോഴ്സ് ഫയൽ നമ്പർ 3. 8 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ഈ വ്യക്തി റെഡിയാണ്, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ, എഫേർട്ട് ഇടാൻ റെഡിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കാർഡ് ഇവിടെ വന്നത്. പക്ഷേ 2 പേർക്കും ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റാത്ത പോലെ ഒരു ഫീലിംഗ്, ഒരു ടോക്സിക് എനർജി ഉണ്ട് ഇവിടെ. എനിക്കിവിടെ തോന്നുന്നു നിങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഓക്കെ, ഈ വ്യക്തിയുടെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ്ഡാണ്. സോഴ്സ് എനർജി ആയതുകൊണ്ട് തന്നെ അഗെയിൻ തോട്ട്സ് എനർജിയാണ്. മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ്ഡാണ്. ചിന്തിക്കുന്ന രീതി അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. ഐ മീൻ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി, ഓവർ തിങ്കിങ്, ഒരുപാട് ചിന്തിക്കുന്നു. ഓക്കെ, ഒരാളൊരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആയിരിക്കാം. ദെൻ വേൾഡ് കാർഡ് ഉണ്ട്. വേൾഡ് കാർഡ് ഉള്ളതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയാണ് എന്നെടുക്കാം. പിന്നെ ഈ വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ വേൾഡ് കാർഡ് എന്ന് പറയുന്ന ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു കറണ്ട് എനർജി പോയാൽ ഇത് എങ്ങും എത്തില്ല. ഓക്കെ, ഒന്നുകിൽ ഈ വ്യക്തിയുടെ എനർജിയിൽ ഒരു ചേഞ്ച് ഉണ്ട്, അതായത് മൈൻഡ് ടോട്ടലി മാറിയിട്ട് ആ ഒരു എനർജി ചേഞ്ച് ആയി കഴിയുമ്പോൾ
ആ പഴയ സൈക്കിൾ ഓട്ടോമാറ്റിക്കലി എൻഡ് ആയിക്കോളും. ദെൻ ഒരു റീയൂണിയനെ പറ്റി വേണമെങ്കിൽ ചിന്തിക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചേഞ്ചിനെ ഈ വ്യക്തി റെസിസ്റ്റ് ചെയ്യുകയാണ്, ഫോഴ്സ്ഫുള്ളി റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. വേണ്ട വേണ്ട എന്ന് ആ ഒരു ചിന്തയുണ്ടല്ലോ അത്. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, അതായത് കെയർ വേണം, ഇമോഷണൽ സെക്യൂരിറ്റി വേണം, അതുപോലെ മറ്റുള്ളവരോട് വളരെ കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുന്ന ഒരാൾ, പക്ഷെ വളരെ സെൻസിറ്റീവാണ്. ഓക്കെ, കപ്സ് എനർജി ആയതുകൊണ്ട് തന്നെ വാട്ടർ എലമെൻ്റ് ആണ് പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റിലേഷൻഷിപ്സിലൊക്കെ ഒരുപാട് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവർ, അതായത് സ്വന്തം ഫൈനാൻസസും റീസോഴ്സസും ഒക്കെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും, അവരുടെ കെയറിങ് കിട്ടാൻ വേണ്ടിയിട്ട്, സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ നല്ല സൈക്കിക് എബിലിറ്റീസ് ഉള്ള ആൾക്കാരുമാണ്. അപ്പോൾ അത് തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടാതെ വന്നാൽ ആകെ ഇമോഷണലി ഡൗൺ ആയിപ്പോകും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കൈൻഡ്നെസ് ഉണ്ടല്ലോ, ആ ഒരു ദയവ് കാണിക്കുന്ന സ്വഭാവം മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. അപ്പോൾ അതുപോലെ ആ യൂണിവേഴ്സ് തന്നിരിക്കുന്ന ആ സൈക്കിക് എബിലിറ്റീസിനെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കുക. അത് നിങ്ങളെ ഒരുപാട് പ്രോബ്ലംസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഫോഴ്സ്ഫുള്ളി റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ എനിക്ക് യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കാമല്ലോ, നോക്കട്ടെ. സെവൻ ഓഫ് സോഡ്സ്, ഒരു കാർഡും എടുത്തോട്ടെ. ഏസ് ഓഫ് സോഡ്സ്, രണ്ടും കൽപ്പിച്ചുള്ള എനർജീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങളുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് ഡയറക്റ്റ് മുഖത്ത് നോക്കി പറയുക. അതിനകത്ത് ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കുറച്ച് സെൽഫിഷ് ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ ക്വീൻ ഓഫ് കപ്സ് എന്നുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവായൊരു എനർജിയാണ്. നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് ആവേണ്ടതായിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സെവൻ ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷായിട്ടുള്ള എനർജിയാണ്, സ്വന്തം കാര്യം. ഓക്കെ, അതുപോലെ പറയാനുള്ള കാര്യങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് പറയുക. എന്തെങ്കിലും ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എന്താണേലും നിങ്ങൾ നിങ്ങളുടെ നിലപാട് സ്വീകരിച്ച് നിങ്ങളുടെ ഒരു സേഫ് സോണും കൂടെ നോക്കിയിട്ട് മാത്രം എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാർഡ്സാണ് നമുക്ക് നോക്കാം, മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 3 കാർഡ് എടുക്കാമേ. വ്യക്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഫീലിങ്സ്. One, two, three. Thank you for your stand in my favor. Okay. I feel we are made for each other. Oh, I am done with you. അയ്യോ. അപ്പോൾ ഇത് 50% ആൾക്കാർക്ക് ഫേവറബിൾ ആയിട്ടും 50% ആൾക്കാർക്ക് ഒട്ടും ഫേവറബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനുമാണ്. ഓക്കെ, ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യമുണ്ട് 50% ആൾക്കാർക്ക്. ഐ എം ഡൺ വിത്ത് യു, ഈ വ്യക്തിക്ക് മതിയായി എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ട് 50% ആൾക്കാർക്ക്. ദെൻ ഒരു 50% ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ ഈ വ്യക്തി റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ. നിങ്ങൾ ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിന് ഈ വ്യക്തിക്ക് ഭയങ്കര ആ ഒരു നിങ്ങളുടെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവ് മെസ്സേജസും ഒരെണ്ണം നെഗറ്റീവ് മെസ്സേജുമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഐ എം സോറി. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈലിലെ റീഡിങ്.
നമുക്ക് തേർഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. എന്തൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം. Nine of Pentacles, Fool, Six of Wands, Empress, Five of Wands, Nine of Cups. ഓക്കെ, നല്ല കാർഡ്സ് ആണല്ലോ. പൈൽ നമ്പർ 3 വളരെ പോസിറ്റീവായ ഒരു ഓറയാണ് ഇവിടെ കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എംപ്രസ്സിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും പോസിറ്റീവായ കാർഡ് ഇതാണ്, എംപ്രസ്. അപ്പം നിങ്ങളെ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ലേഡി ആയിട്ടാണ്, അല്ലെങ്കിൽ വളരെ ഹാൻസം ആയ ഒരു ജെൻറ്റിൽമാൻ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ ഈ വ്യക്തി കാണുന്നത്. ഒരു ക്വീനിനെ പോലെ, രാജകുമാരിയെ പോലെ വളരെ അട്രാക്റ്റീവായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ ഈ വ്യക്തി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് വീനസ് എനർജിയാണ്. വീനസ്, ലവ്, റൊമാൻസ്, മാരേജ്, സ്പൗസ്, അതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് വീനസാണ്. അപ്പോൾ ഒരു മാരേജിനൊക്കെ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് ഇഷ്ടം, കെയർ. എംപ്രസ് എന്ന് പറഞ്ഞാൽ മദർലി ആയിട്ടുള്ളൊരു എനർജിയാണ്. ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന ഒരു സ്നേഹം എങ്ങനെയാണ്, അതുപോലെ ഭയങ്കര പ്രൊട്ടക്റ്റീവായ, അൺകണ്ടീഷണലായ സ്നേഹം. നയൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വിഷ് ഫുൾഫിൽമെൻ്റാണ്. നിങ്ങൾ ഈ വ്യക്തിയുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റായി കാണുന്നു. എങ്ങനെ ഒരു പാർട്ട്ണറിനെയാണോ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളെന്നാണ് കരുതുന്നത്. വളരെ സാറ്റിസ്ഫൈഡ് ആയ ഒരു എനർജിയാണിത്. അതുപോലെ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനോടൊക്കെ പരിചയപ്പെടുത്തി അഭിമാനമായൊക്കെ കൊണ്ടു നടക്കാനും ഒക്കെയാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. ഇപ്പോൾ 6 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ വിക്ടറിയുടെ കാർഡാണ്. സക്സസ്സിനെ കാണിക്കുന്നു, വിക്ടറി. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി കരുതുന്നത് നിങ്ങൾ വളരെ സക്സസ്ഫുള്ളാണ്, വളരെ പോപ്പുലറാണ്, നിങ്ങളുടെ പിന്നാലെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് ആക്ച്വലി വളരെ പ്രൗഡാണ് ഈ വ്യക്തി. അതായത് ഇത്രയും പേര് ആഗ്രഹിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായ ഫീലിങ്സാണിത്. അതായത് ഇന്നൊരിഷ്ടം നാളെ വേറൊരിഷ്ടം അങ്ങനെയൊന്നുമല്ല. ഓക്കെ, എർത്ത് സൈൻസ് ആണ്, ടോറസ്, വിർഗോ, കേപ്രിക്കോൺ. മീൻസ് ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ്. നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിങ്ങളൊരു ഫീമെയിൽ ഫിഗർ ആണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ആയ, ബോൾഡായ. കാരണം 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടിയാണ്. പക്ഷെ പണം കിട്ടുന്നതെല്ലാം അങ്ങനെ സേവ് ചെയ്ത് വെച്ച് അങ്ങനെ ഭയങ്കര പിശുക്ക് കാണിക്കുന്ന ഒരാളൊന്നുമല്ല. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആളാണ്, ലക്ഷറീസ് വാങ്ങിക്കൂട്ടുന്ന ആളാണ്. ഓക്കെ, ലക്ഷറി, കോസ്റ്റ്നെസ്, കംഫർട്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. പക്ഷേ ഈ ഒരു ചാലഞ്ച് കാണുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ തോന്നലാവാം, അല്ലെങ്കിൽ റിയാലിറ്റി അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ സ്നേഹം കിട്ടാൻ താല്പര്യമുള്ള ഒരുപാട് പേര് വേറെ ഉണ്ട്, അതിനിടയ്ക്ക് ഞാനും ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി കോൺഫ്ലിക്ട്സ് ആയിരിക്കാം. ഓക്കെ, ഫാമിലി കോൺഫ്ലിക്ട്സും ആവാം. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മനസ്സിൽ തോന്നുന്ന ചില തോട്ട്സും ആവാം. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ പറ്റിയൊക്കെ ഓർത്തിട്ട് കുറച്ച് ടെൻഷനുണ്ട്. ബട്ട് ഇതൊക്കെ ആണെങ്കിലും എംപ്രസ് കാർഡെന്ന് പറയുന്നത് ഭയങ്കര സ്പിരിച്വലായ ഒരു കാർഡാണ്. നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് സ്പിരിച്വൽ കണക്ഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
മീൻസ് നമ്മൾ നേരിട്ട് സംസാരിക്കാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഒരു 3D കണക്ഷൻ പോലെ. ബിക്കോസ് എംപ്രസ് എന്ന് പറയുന്നത് മദറാണ്. കൺസീവ്ഡ് ആയ ഒരു ലേഡിയാണ്, പ്രഗ്നൻറ്റ് ലേഡിയാണ് അല്ലേ. ഈ ലോകത്തെ നമ്മൾ എന്താ പറയുക, ഏറ്റവും ഇൻറ്റ്യൂട്ടീവായ ആളാരാണ്? അമ്മ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മൂൺ കാർഡിനെയൊക്കെ അമ്മയുമായിട്ടും ഇൻറ്റ്യൂഷനുമായിട്ടും ഒക്കെ കോറിലേറ്റ് ചെയ്ത് പറയുന്നത്. ഇപ്പോൾ ഒരു അമ്മയ്ക്കൊരു കുഞ്ഞിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. ഒരു കുഞ്ഞിൻ്റെ ഫുഡ്, അതിൻ്റെ ഉറക്കം, ഇതെല്ലാം അമ്മയുടെ കൺട്രോളിലാണ്. കുഞ്ഞെപ്പോഴാണ് ഉറങ്ങുന്നത്, ഇതെല്ലാം അമ്മയ്ക്ക് അറിയാൻ പറ്റും അല്ലേ. അതാണ് ദൈവികമായ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു ഫീലിംഗാണ്. ഫൂൾ കാർഡ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായൊരു കാർഡാണ്. പുതിയ തുടക്കം. കാരണം ഇതിൻ്റെ നമ്പർ തന്നെ 0 ആണ്. 0. ഓക്കെ. അതുപോലെ ഒരുപാട് സാധ്യതകൾ കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു റിലേഷൻഷിപ്പാണ്. എന്നാൽ നിങ്ങൾ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് നിങ്ങളെ കരുതുന്നു. കാരണം 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നപ്പോൾ തന്നെ ക്ലിയറാണ്. ഇതും ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കെയർ ഫ്രീ ആയിട്ടുള്ള, അത് ഏത് കാര്യത്തിലും ഒരു പുതിയ അപ്രോച്ച് എടുക്കാൻ അല്ലെങ്കിൽ പുതിയ സ്റ്റെപ്പ് എടുക്കാൻ ഭയമില്ലാത്ത ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിട്ട്. അതുപോലെ സ്വന്തം ഒരു ട്രൂ സെൽഫ് എന്താണോ അത് മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിട്ടും, ഒരുപാട് ബിഗ് ആംബിഷൻസ് ഉള്ള ഒരാളായിട്ടും. ആരാണ് നിങ്ങൾ? അതുമാത്രമല്ല, നിങ്ങളോട് കൂടെയുള്ള ഓരോ നിമിഷവും ഈ വ്യക്തിക്ക് ഒട്ടും ബോറിംഗ് അല്ല. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, എല്ലാം പോസിറ്റീവ് മെസ്സേജസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ ഈ വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. തുടർന്ന് പറയണ്ടേ എന്താണ് മെസ്സേജസ്, യൂണിവേഴ്സൽ മെസ്സേജസ്. ഫയൽ നമ്പർ 3, ഡെവിൽ. ഒരു കാർഡൂടെ എടുക്കാം. 5 ഓഫ് വോൺസ്. വീണ്ടും 5 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. കുറച്ച് ഒബ്സഷൻ ഉണ്ട് കേട്ടോ. കുറച്ചൊരു ഒബ്സഷൻ ഉണ്ട്. അതുപോലെ എന്താ പറയുക, ആ ഒബ്സഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇങ്ങനെ നിങ്ങളോട് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് ഫൈറ്റ് ചെയ്യുന്നു, റെഡിയാണെന്നുള്ളൊരു തോന്നൽ കൊണ്ടുണ്ടാവുന്ന ഒരു ഒബ്സഷൻ ആണെന്ന് തോന്നുന്നു. കുറച്ച് ഒബ്സസ്ഡാണ്. ഒന്ന് സൂക്ഷിച്ചോ. അപ്പോൾ എന്തൊക്കെ മെസ്സേജസാണ് വരേണ്ടതെന്ന് നോക്കാം. നമുക്കൊരു 3 കാർഡ് എടുക്കാം. Any messages for pile number 3? മൂന്ന് കാർഡ് തരൂ പ്ലീസ്. മൂന്ന് കാർഡ്. I feel the same for you. Oh, okay. I feel guilty for doubting on you. അത് ഞാൻ പറയാമേ. I don't feel comfortable with you. Okay. ഇത് ഈ ഒബ്സഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഈ ഡൗട്ടിങ് എനർജി ഉണ്ട്. ഡെവിൽ കാർഡ് എന്ന് പറയുന്നത് കുറച്ച് ഫിയർ, ഒരു പേടി കാണിക്കുന്നു, കുറച്ച് ഡൗട്ട്സ് ഉള്ള ഒരാളായിട്ട് കാണിക്കുന്നു. അപ്പം നിങ്ങൾ ചില കാര്യങ്ങളൊരു ഡൗട്ടുണ്ട്, നിങ്ങൾക്കിനി വേറെ ആരോടെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ടുണ്ട് ഈ വ്യക്തിക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കാർഡ് ഇവിടെ തന്നെ വന്നത്. ഓക്കെ, എന്നാൽ ഭയങ്കര അട്രാക്ഷനും ഒബ്സഷനും ആണ്. ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത് യു. അതിതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 3യുടെ റീഡിങ്. അപ്പം നമുക്ക് ഈ റീഡിങ് വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.